ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ നമുക്ക് ഇന്ന് ഈ ചൊവ്വാഴ്ച ദിവസം ഒരിടവേളയ്ക്ക് ശേഷം നമുക്ക് വീണ്ടും ഒരുമിച്ച് കാണുവാൻ, ദൈവവചനത്തിൽ നിന്നും ഒരുമിച്ച് ചിന്തിപ്പാൻ കർത്താവ് നൽകിയതായി ഈ സമയത്തിനായി നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം. നമ്മൾ ഒരു ജനുവരി മാസം കൺവെൻഷനോടനുബന്ധിച്ച് നമുക്ക് ആ ലാസ്റ്റ് ട്യൂസ്ഡേ നമുക്ക് കൂടി വരാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ ഒരു ഭാഗം റോമർക്ക് എഴുതിയ ലേഖനമാണ് നമ്മൾ മുൻ ക്ലാസ്സുകളിൽ നമ്മൾ നോക്കിക്കൊണ്ട് വന്നത്. ഇന്ന് നമ്മൾ ഒരു പുതിയ വിഷയത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ്. തീർച്ചയായിട്ടും ദൈവത്തിന്റെ ആത്മാവാണ് ദൈവവചനത്തിന്റെ പൊരുൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അതുകൊണ്ട് നമ്മളുടെ അധ്യാപകൻ ക്രിസ്തുവാണ്. പരിശുദ്ധാത്മാവാണ് നമ്മളുടെ അധ്യാപകൻ. അവനാണ് നമ്മെ ഓരോന്നും പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അവനിൽ ശരണപ്പെട്ട്, അവനിൽ ആശ്രയിച്ച്, അവന്റെ സഹായം ചോദിച്ച് നമുക്ക് ഇന്ന് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഒരു നിമിഷം നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ ബദ്ധപ്പാടുകൾക്കിടയിൽ അല്പസമയം ഞങ്ങൾ നിന്റെ വചനത്തിന്റെ മുൻപാകെ കടന്നു വന്നിരിക്കുമ്പോൾ, യേശുവേ, ഞങ്ങളുടെ സമയം, ഞങ്ങൾ നിന്റെ കൂടെ ഇരിക്കുന്ന ഈ സമയങ്ങൾ, അത് ഞങ്ങളുടെ ജീവിതത്തിന് പ്രയോജനകരമായിരിക്കാൻ നീ സഹായിക്കണം എന്ന് നിന്നോട് പ്രാർത്ഥിക്കുക. മുൻവിധികളോടെയല്ല കർത്താവേ, ഞങ്ങൾ തികഞ്ഞവനാണ് എന്നുള്ള ചിന്തയോടെയല്ല, തുറന്ന മനസ്സോടെ, മുൻവിധികളില്ലാതെ നിന്നിൽ നിന്നും എന്തെങ്കിലും പ്രാപിക്കുമോ എന്ന് നോക്കി കർത്താവെ, ഞങ്ങൾക്ക് ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നിന്നോട് പ്രാർത്ഥിക്കുക. ദാസന്റെ കണ്ണ് യജമാന്റെ മേശയിലേക്ക് എന്ന പോലെ, ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ മേശയിലേക്ക് എന്ന പോലെ, കർത്താവെ, ഇന്ന് ഞങ്ങളുടെ കണ്ണ് നിങ്ങളിലേക്ക് ഞങ്ങൾ ഉയർത്തുകയാണ്. നിന്നിൽ നിന്നും വീഴുന്ന അപ്പനുറുക്കുകളാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ ആഹാരം. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾക്ക് നിന്റെ വചനത്തിൽ നിന്ന് ഭക്ഷിച്ച് തൃപ്തിയോടെ മടങ്ങുവാൻ കർത്താവെ നീ ഞങ്ങളെ സഹായിക്കണം. അതിനായി ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കും. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം എബ്രായർക്ക് എഴുതിയ ലേഖനമാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ കൈകളിൽ വേദപുസ്തകമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ബൈബിളിൽ ആ ഭാഗം എടുക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം. എബ്രായർക്ക് എഴുതിയ ലേഖനം പുതിയ നിയമത്തിലെ 19ാമത്തെ പുസ്തകമാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം, നമ്മൾ അതിൻ്റെ ആ ഇൻഡെക്സ് പേജിലേക്ക് നമ്മളൊന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന് മുൻപ് കൊടുത്തിട്ടുള്ള ധാരാളം ലേഖനങ്ങളുണ്ട്, സുവിശേഷങ്ങളുണ്ട്. അതൊക്കെ അതിന്റെ മുൻപ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പുതിയ നിയമ പുസ്തകങ്ങളെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് സുവിശേഷങ്ങളുണ്ട് ആദ്യം, അതിനുശേഷം ഓരോ സഭകൾക്കായിട്ട് എഴുതിയ ലേഖനങ്ങളുണ്ട്, അതിനുശേഷം ഓരോ നേതാക്കന്മാർക്ക് എഴുതപ്പെട്ടതായ ലേഖനങ്ങളുണ്ട്. ഉദാഹരണത്തിന് തീമോത്തിയോസ്, തീത്തോസ്, അങ്ങനെ എണ്ണപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് എഴുതപ്പെട്ട ലേഖനങ്ങളുണ്ട്. എന്നാൽ ആ ഡിവിഷനും കഴിഞ്ഞാൽ പിന്നെ ആരംഭിക്കുന്നത് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നാണ്. ഫിലേമോൻ എഴുതിയ ലേഖനം കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എബ്രായർക്ക് എഴുതിയ ലേഖനമാണ്. ഇവിടെ നിന്നാണ് പൊതുവായ ലേഖനങ്ങൾ ആരംഭിക്കുന്നത്. പൊതുവായ ലേഖനങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ ഓഡിയൻസ് സ്പെസിഫിക് അല്ല. അതിനു മുൻപുള്ള ഓരോ ലേഖനങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അതിൽ ഒരു പ്രത്യേക സഭയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു പ്രത്യേക വ്യക്തിക്ക് വേണ്ടിയിട്ട് എഴുതപ്പെട്ട ലേഖനങ്ങളാണ് അതിൻ്റെ മുൻപിലൊക്കെ ഉള്ളത്. എന്നാൽ ഇവിടെ വരുമ്പോൾ സ്പെസിഫിക് ആയിട്ട് ഇന്ന ഒരാൾക്കാണ് അല്ലെങ്കിൽ ഇന്ന ഒരു സഭയ്ക്കാണ് അത് എഴുതിയിട്ടുള്ളത് എന്ന് അവിടെ വ്യക്തമാക്കിയിട്ടില്ല. ഈവൻ നമ്മൾ പൗലോസിന്റെ പല ലേഖനങ്ങളിലേക്കും നോക്കുമ്പോൾ അത് ഇന്നയാൾക്ക് വേണ്ടിയിട്ട് ഇന്നയാളൊക്കെ എഴുതുന്നു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അതിന്റെ സംബോധനകൾ നമുക്ക് കാണാം. എന്നാൽ
ഈ ലേഖനത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു തുടക്കത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ ഒടുക്കമോ അങ്ങനെ ഒരു സംബോധനയും അഭിവാദ്യമൊന്നും നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നില്ല. എന്നിരുന്നാലും ആരാണ് ഈ ലേഖനം എഴുതിയത് എന്നുള്ളതിനെ പറ്റി അതൊരു മിസ്റ്ററിയാണ്. അത് ഇന്നും അതിനെ പറ്റിയിട്ട് ഒരു കൃത്യമായ ഒരു 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 ബോധ്യം അല്ലെങ്കിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഇല്ല. എങ്കിലും ആരാണ് എന്ന് ഈ ലേഖകൻ ആരാണ് എന്നുള്ളത് ലേഖനത്തിൽ വെളിപ്പെടുത്തിയിട്ടില്ല. എങ്കിലും അതിൻ്റെ ഓരോരോ സാഹചര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ചില കണക്കുകൂട്ടലുകൾ നമുക്ക് നടത്താം എന്നേ ഉള്ളൂ. നമ്മൾ ഈ പുസ്തകത്തിലേക്ക് നോക്കുമ്പോൾ ഏകദേശം 29ഓളം കൊട്ടേഷൻസ് അത് പഴയ നിയമത്തിൽ നിന്ന് അങ്ങനെ തന്നെ ഈ ഈ ഈ എബ്രായ ലേഖനത്തിൽ ഇൻവേർട്ടഡ് കോമയിൽ അങ്ങനെ തന്നെ കോട്ട് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം. മാത്രമല്ല 53ഓളം പഴയ നിയമത്തിന്റെ ചില സൂചനകൾ, അതിന്റെ ചില ഇൻഡിക്കേഷൻസ്, ചില പാസേജുകളിലേക്കുള്ള അതിന്റെ സൂചനകൾ നമുക്ക് ഈ ലേഖനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ സാധാരണഗതിയിൽ പൗലോസ് ആരംഭിക്കുന്ന ഒരു രീതിയിലല്ല ഈ ലേഖനം ആരംഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിലൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഇത് ആരാണ് ഇത് എഴുതിയത് എന്നുള്ളത്. ചിലർ പൗലോസ് എന്ന ആദിമ സഭാപിതാക്കന്മാർ ഇത് പൗലോസാണ് ഈ ലേഖനം എഴുതിയത് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഉദാഹരണത്തിന് ആദിമ സഭാപിതാക്കന്മാരായ അലക്സാന്ദ്രിയ, ക്ലെമന്റ് ഇങ്ങനെയുള്ളവർ ഇത് പൗലോസാണ് ഇത് എഴുതിയത് എന്ന നിഗമനത്തിൽ എത്തിച്ചേർന്നവരാണ്. എന്നാൽ ചിലർ ലൂക്കോസ് ആണ് പൗലോസിന്റെ ഏറ്റവും അടുത്ത് നിന്നവരായ ലൂക്കോസോ ബർണബാസോ ആയിരിക്കാം ഈ ലേഖനം എഴുതിയത് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ മാർട്ടിൻ ലൂതർ പോലെയുള്ള ദൈവദാസന്മാർ ഇവരാരുമല്ല അത് എഴുതിയത്, അത് അപ്പല്ലോസ് ആണ് ഇത് എഴുതിയത് എന്ന് കണക്കാക്കുന്നവരും ഇതിന്റെ അകത്തുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ പല സംശയങ്ങളും ഇത് ആരാണ് ഈ ലേഖനം എഴുതിയത് എന്നുള്ളതിനെ സംബന്ധിച്ച് പല സംശയങ്ങളും ഉണ്ട്. എങ്കിലും അതിനകത്ത് പ്രസക്തമായിട്ടുള്ളത് അത് ഒരു ദൈവദാസൻ ഒറീഗൻ ഇങ്ങനെ അതിനെ കൺക്ലൂഡ് ചെയ്തു. only God knows who wrote Hebrews. എബ്രായ ലേഖനം ആരാണ് എഴുതിയത് എന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ നമുക്ക് കൃത്യതപ്പെടുത്തി ആരാണ് ഈ ലേഖകൻ എന്ന് നമുക്ക് കൃത്യതപ്പെടുത്തി പറയാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ പോലും ആരെഴുതിയാലും അത് ദൈവത്തിന് അറിയാം ആരാണ് എഴുതിയത് എന്നുള്ളത്. അതിലെ സന്ദേശം എന്നുള്ളത് അത് നമുക്ക് ഓരോരുത്തർക്കുമുള്ള സന്ദേശമാണ്. അത് സ്പെസിഫിക് ആയിട്ട് ഇന്നൊരു ഓഡിയൻസിന് വേണ്ടിയിട്ടാണ് ഇത് എഴുതിയത് എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. എന്നിരുന്നാൽ പോലും അത് യഹൂദ ക്രിസ്ത്യാനികളാണ് യഹൂദ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ട് എഴുതിയപ്പെട്ടതാണ് എന്നുള്ളതാണ് ഒരു പൊതുവായ അതിന്റെ ഉള്ളടക്കത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന കാര്യം. അപ്പോൾ ഏകദേശം AD 70 മുൻപായിട്ട് ഈ ലേഖനം എഴുതപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. അതും ഈ കാര്യങ്ങളൊന്നും ഈ ലേഖനത്തിൽ നിന്ന് നമുക്ക് കൃത്യമായ ഒരു സൂചന നമുക്കില്ല. ഇതില് ധാരാളം ഈ പഴയ നിയമ സഭയെ പറ്റിയിട്ടും അതിന്റെ ആചാരങ്ങളെ പറ്റിയിട്ടും അനുഷ്ഠാനങ്ങളെ പറ്റിയിട്ടും ഒക്കെ എല്ലാം ധാരാളമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ എഴുത്തുകളിൽ ഒന്നിൽ പോലും യെരുശലേം ദേവാലയം AD 70 യെരുശലേം ദേവാലയം നശിപ്പിക്കപ്പെട്ടത്. അതിനെ പറ്റിയിട്ട് ഒരു പരാമർശനവും ഇതിലില്ല എന്നുള്ളത് കൊണ്ട് അതിന് മുൻപാണ് ഈ ലേഖനം എഴുതിയിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കുന്നു. AD 70 യെരുശലേം ദേവാലയം നശിപ്പിക്കപ്പെട്ടത്. എന്നാൽ അതിനെ പറ്റിയിട്ട് ഒരു പരാമർശനവും ഈ ലേഖനത്തിൽ ഇല്ല എന്നുള്ളത് കൊണ്ട് എൻ്റെ ഉള്ളടക്കം വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു കാര്യം അതിനു മുൻപ് നടന്നിട്ടുണ്ടെങ്കിൽ ഇതിലൊരു പരാമർശന വിഷയമായിട്ട് അതിൽ വരേണ്ടതാണ്. എന്നാൽ അത് വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് ആ കാലത്തിന് മുൻപായി AD 70 മുൻപായിട്ട് തന്നെ ഇത് എഴുതപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ പരിഗണിക്കുന്നത്. അത് യഹൂദ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ട് എഴുതപ്പെട്ടു. അവർ ആ കാലങ്ങളിൽ ഒരുപാട് സഹിഷ്ണുതകളിലൂടെയും കഷ്ടതകളിലൂടെയും എല്ലാം കടന്നു പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു. പലരും തിരിച്ച് യഹൂദ മതത്തിലേക്ക് മടങ്ങിപ്പോകാനായിട്ട് നിർബന്ധിതരാകുന്ന ഒരു പശ്ചാത്തലമായിരുന്നു. ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് യഹൂദ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ട് എഴുതപ്പെട്ട ഒരു ലേഖനമാണ് ഇത്.
അപ്പോൾ ഇത്രയുമാണ് നമുക്കതിൻ്റെ ആമുഖമായിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത്. ഇതിൻ്റെ ഏറ്റവും കാതലായ ചിന്താവിഷയം എന്ന് പറയുന്നത് ജീസസ് ഈസ് സുപ്പീരിയർ. ശ്രേഷ്ഠനായ യേശു ക്രിസ്തു, അവൻ്റെ ശ്രേഷ്ഠതയാണ് ഈ പുസ്തകത്തിലുടനീളം നമുക്ക് അതിൻ്റെ ഓരോ ഭാഗങ്ങളിൽ നിന്നും നമുക്ക് കാണാനും വായിക്കാനും മനസ്സിലാക്കാനും സാധിക്കും. യേശു ക്രിസ്തു വലിയവനാണ്. ഹി ഈസ് ഗ്രേറ്റ്. അവൻ ശ്രേഷ്ഠനാണ്. ഹി ഈസ് സുപ്പീരിയർ. എല്ലാറ്റിനേക്കാളും എല്ലാവരെക്കാളും കർത്താവായ ക്രിസ്തു അവൻ ശ്രേഷ്ഠനാണ് എന്നുള്ളത് വിളിച്ചോതുന്ന ഒരു പുസ്തകമാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം. അതിൽ ക്രിസ്തു എന്ന ആ വ്യക്തിത്വത്തിന്റെ ശ്രേഷ്ഠതയാണ് ഈ പുസ്തകത്തിന്റെ ആദ്യ ഭാഗമായ, നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ ആദ്യ ഭാഗം എന്ന് പറയുന്നത് 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം വരെയുള്ള ഭാഗങ്ങളിൽ അതിൽ നമ്മൾ ഒന്ന് ക്രോഡീകരിച്ച് നമ്മൾ പറഞ്ഞാൽ ഇതിലൊക്കെയും വെളിവായി നിൽക്കുന്നത് ക്രിസ്തുവിൻ്റെ ആ വ്യക്തിത്വത്തിന്റെ ശ്രേഷ്ഠതയാണ് നമുക്കിതിലെല്ലാം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അതിൻ്റെ ആദ്യ ഭാഗം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ, അതിൽ പ്രതിഫലിക്കുന്ന ചിന്ത എന്നുള്ളത് നമ്മൾ ആദ്യമേ പറഞ്ഞു. മൊത്തത്തിൽ ഈ പുസ്തകത്തെ നോക്കുമ്പോൾ ക്രിസ്തു ശ്രേഷ്ഠനാണ് എന്നുള്ളതാണ് ഇതിന്റെ ചിന്താവിഷയം. അതിൽ ആദ്യത്തെ ഒരു ഭാഗം എന്നുള്ളത് ക്രിസ്തു പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠനാണ് എന്ന് സമർത്ഥിക്കുവാനാണ് ലേഖകൻ ഇവിടെ പരിശ്രമിച്ചിട്ടുള്ളത്. ക്രിസ്തു ശ്രേഷ്ഠനാണ്. അതിൽ ഒന്നാമതായി ക്രിസ്തു ആരേക്കാൾ ശ്രേഷ്ഠനാണ്? ക്രിസ്തു പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. ഹി ഈസ് സുപ്പീരിയർ ടു പ്രോഫറ്റ്സ്. പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠനാണ് ക്രിസ്തു എന്ന് നമുക്ക് ആദ്യത്തെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് ഒന്ന് വായിക്കാം. ആർക്കെങ്കിലും ഒന്ന് വായിക്കാമോ? 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ദൈവം പണ്ട് ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കുകയും അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിന് ഒത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. മതി. ഇപ്പോൾ 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട്. അപ്പോൾ പണ്ട് കാലത്ത് ദൈവം എങ്ങനെയാണ് അവനെ തന്നെ വെളിവാക്കിയത്? പ്രവാചകന്മാരിലൂടെയാണ് ദൈവം പണ്ട് കാലത്ത് അത് ഭാഗമായും വിവിധമായ രീതികളിൽ ഭാഗമായി പൂർണ്ണമായിട്ടല്ല, അത് പാർഷ്യലാണ്. ഭാഗികമായിട്ട് പല രീതികളിൽ വിവിധമായിട്ട് ദൈവം തന്നെത്താൻ അവൻ വെളിപ്പെടുത്തി. ആരിലൂടെ? പ്രവാചകന്മാരിലൂടെ ദൈവം വെളിപ്പെടുത്തി. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തു. അപ്പോൾ പണ്ട് പിതാക്കന്മാരോട് ദൈവം സ്വയം വെളിപ്പെടുത്തിയത്, അരുളപ്പാടുകൾ നൽകിയിരുന്നത് ഈ പ്രവാചകന്മാർ മുഖാന്തരമാണ് ദൈവം ഇത് വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അവൻ വെളിപ്പാടുകൾ നടത്തിക്കൊണ്ടിരുന്നത് പ്രവാചകന്മാർ മുഖാന്തരമാണ്. ഭാഗികമായിട്ട് പുരോഗമനപരമായിട്ട് അത് കുറച്ചായിട്ട് ദൈവം തന്നെത്താൻ അവന്റെ അരുളപ്പാടുകൾ അവൻ സ്വയം അവനെ വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നു. എന്നാൽ ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മളോട് അരുളി ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ അന്ത്യകാലത്ത് വന്നിരിക്കുന്ന നമ്മളോട് എങ്ങനെയാണ് ഈ വെളിപ്പാടുകൾ നമുക്ക് വന്നിരിക്കുന്നത്? അത് പുത്രൻ മുഖാന്തരമാണ് ഈ അരുളപ്പാടുകളെല്ലാം വന്നിരിക്കുന്നത്. പഴയ നിയമകാലത്ത് പ്രവാചകന്മാർ
ഒരു സന്ദേശവാഹകരായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വന്നപ്പോൾ ദൈവം നേരിട്ട് നമ്മോട് സംസാരിച്ചു. ക്രിസ്തു, അവനിലൂടെ ദൈവം നേരിട്ട് നമ്മളോട് സംസാരിച്ചു. അപ്പോൾ പഴയ നിയമകാലത്ത് സന്ദേശവാഹകന്മാരായിരുന്ന പ്രവാചകന്മാരിലൂടെ ഭാഗികമായിട്ട് ഓരോ കാര്യങ്ങൾ വെളിപ്പെടുത്തിയെങ്കിൽ, ഇന്ന് അതല്ലെങ്കിൽ പുതിയ നിയമ കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ ക്രിസ്തുവിലൂടെ നേരിട്ട് അത് വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായി. അതൊരു പൂർണ്ണമായ വെളിപ്പെടുത്തലാണ്. പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠനാണ് ക്രിസ്തു. എന്തുകൊണ്ട്? ഒന്നാമത്തെ കാര്യം, ദൈവം അവന്റെ പൂർണ്ണമായ വെളിപ്പാട്, പൂർത്തിയുള്ള കാര്യങ്ങൾ, പൂർത്തിയുള്ള വെളിപ്പാട് അത് ക്രിസ്തുവിലൂടെയാണ് അത് നിർവഹിച്ചത്. മറ്റുള്ളവർ, പ്രവാചകന്മാർ വെറും സന്ദേശവാഹകരായിരുന്നു എങ്കിൽ ഇവിടെ ദൈവം നേരിട്ട് സംസാരിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ വെളിപ്പാടുകളുടെ പൂർണ്ണത നമുക്ക് ക്രിസ്തുവിലാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രവാചകന്മാരിൽ ഒന്നും ദൈവത്തിന്റെ വെളിപ്പാടിന്റെ പൂർണ്ണത നമുക്ക് അവിടെ ദർശിക്കാനായിട്ട് സാധിക്കില്ല. പൂർണ്ണത നമുക്ക്, ആ വെളിപ്പാടിന്റെ പൂർണ്ണതയുള്ളത് ക്രിസ്തുവിലാണ്. ക്രിസ്തു നമ്മളോട് നേരിട്ട് സംസാരിച്ചു. അപ്പോൾ അതുകൊണ്ട് ക്രിസ്തു ആരേക്കാൾ ശ്രേഷ്ഠനാണ്? ക്രിസ്തു പ്രവാചകന്മാരെക്കാൾ അവൻ ശ്രേഷ്ഠനാണ് എന്നുള്ളത് ഈ ഭാഗത്ത് നിന്നും നമുക്ക് മനസ്സിലാക്കാം. ഇനി അതിൻ്റെ അടുത്ത ഭാഗം ആണ് നമ്മൾ അതിൻ്റെ തുടർന്ന് നമ്മൾ വായിക്കുന്നത്. അതിൻ്റെ 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ അതിൻ്റെ ഒരു ചെറിയൊരു കാര്യം അവൻ അതിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിനു മുൻപായി, അതിലേക്ക് പോകുന്നതിന് മുമ്പായി ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. അതിൻ്റെ നമ്മൾ 2-ാം വാക്യം മുതൽ നമ്മൾ താഴത്തേക്ക് വായിക്കുമ്പോൾ നമ്മൾ ഒരു 7 കാര്യങ്ങൾ ക്രിസ്തു ചെയ്തതായിട്ട്, പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠനായ ക്രിസ്തു അവൻ ചെയ്ത 7 കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ 2-ാം വാക്യം മുതൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിലൊന്ന്, ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മളോട് അരുളി ചെയ്തിരിക്കുന്നു, അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. ക്രിസ്തു സകലത്തിനും അവകാശിയാണ്. പ്രവാചകന്മാർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് ക്രിസ്തുവിനുള്ളത്. അവൻ സകലത്തിനും അവകാശിയാണ്. ഈ സൃഷ്ടിയുടെ എല്ലാത്തിൻ്റെയും ഒരു അവകാശി എന്നുള്ളത് ക്രിസ്തുവാണ്. സകലത്തിൻ്റെയും അവകാശി. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. ഇതും വേറെ ആർക്കും ക്ലെയിം ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. സകലവും അവൻ മുഖാന്തരം അവൻ ഉളവായി എന്നുള്ളത്. അപ്പോൾ അവനെ അവകാശിയാക്കി വെച്ചു. 2, അവൻ മുഖാന്തരം ലോകത്തെ ഉണ്ടാക്കി. ലോകം ഉണ്ടായതും അവൻ മുഖാന്തരമാണ് ഈ ലോകം ഉണ്ടായത്. 3, അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും ലോകത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്ത് ഭാഗത്തിരിക്കുകയും. അവിടെ പല പോയിന്റുകളാണ് അവിടെ വന്നിട്ടുള്ളത്, അല്ലെ? നമ്മൾ അതിൻ്റെ 1-ാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞത് അവൻ അവകാശിയാക്കി വെച്ചു. 2, അവൻ സകലത്തെയും ലോകത്തെ ഉണ്ടാക്കി. 3-ാമത്തേത്, അവൻ തേജസ്സിന്റെ പ്രഭയും. അവന്റെ തേജസ്സിന്റെ പ്രഭയാണ്. ദൈവത്തിന്റെ തേജസ്സിനെ അത് റേഡിയേറ്റ് ചെയ്യുന്നത് ക്രിസ്തുവിലൂടെയാണ്. അതിൻ്റെ ആ ഒരു റേഡിയേഷൻ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവം എന്താണോ, അവന്റെ തേജസ് എന്താണോ, ആ പ്രഭ നമ്മൾ മനസ്സിലാക്കിയത് ക്രിസ്തുവിലൂടെയാണ്. നമ്മൾ അത് മനസ്സിലാക്കിയത്. അപ്പോൾ ദൈവത്തിന്റെ തേജസ്സിന്റെ പ്രഭയാണ് ക്രിസ്തു എന്നുള്ളത്. 4-ാമത്തെ കാര്യം, തത്വത്തിന്റെ മുദ്രയും. ഇത് മലയാളം വിവർത്തനത്തിലാണ് ഈ തത്വത്തിന്റെ മുദ്ര എന്ന് എഴുതിയിട്ടുള്ളത്. എന്നാൽ അതിൻ്റെ ഇംഗ്ലീഷ് വിവർത്തനത്തിൽ അവിടെ എങ്ങനെയാണ്? ദ എക്സ്പ്രസ് ഇമേജ് ഓഫ് ഹിസ് പേഴ്സൺ. ദൈവം ആരാണോ, അവന്റെ വ്യക്തിത്വം എന്താണോ, അതിൻ്റെ കൃത്യമായ എക്സാക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഇമേജ് ആണ് ക്രിസ്തു എന്നുള്ളത്. അപ്പോൾ അവൻ എന്തിൻ്റെ മുദ്രയാണ്, എന്തിൻ്റെ ഇംപ്രിന്റ് ആണ്? അവൻ ദൈവം ആരാണോ, അവന്റെ സ്വഭാവം എന്താണോ,
അവന്റെ വ്യക്തിത്വം എന്താണോ അതിൻ്റെ കൃത്യമായ ഒരു ഇംപ്രിന്റ് ആണ് ക്രിസ്തുവിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പിന്നെ വീണ്ടും നമ്മൾ പറയുന്നു, അതിൻ്റെ തൊട്ടു താഴെ നമ്മൾ വായിക്കുന്നു, സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ. അപ്പോൾ സകലത്തെയും വഹിക്കുന്നത് ആരാണ്? ദൈവമാണ്, ക്രിസ്തുവാണ് സകലത്തെയും വഹിക്കുന്നത്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ അതിൻ്റെ ബാലൻസിൽ നിർത്തുന്ന, അതിനെ സസ്റ്റെയിൻ ചെയ്ത് നിർത്തുന്നത് ആരാണ്? ക്രിസ്തുവാണ്. അത് തൻ്റെ വചനത്താൽ ഈ കാര്യങ്ങളെ എല്ലാം വഹിക്കുന്നത് ക്രിസ്തുവാണ്. വീണ്ടും നമ്മൾ ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം, പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയത് യാതൊരു പ്രവാചകന്മാർക്കും ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. അത് ക്രിസ്തുവിന് മാത്രമേ ആ കാര്യം സാധിച്ചുള്ളൂ. പാപത്തെ വഹിച്ചത് ക്രിസ്തുവാണ്. അവൻ പാപത്തെ വഹിച്ചത്. പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്ത് ഭാഗത്ത് ഇരുന്നു. അപ്പോൾ പാപത്തിന് പരിഹാരം ഉണ്ടാക്കി അതിനുശേഷം അവന്റെ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ട് അവൻ എവിടെ ഇരിക്കുന്നു? അവന്റെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു. ഇത്രയും ഈ 7 കൂട്ടം കാര്യങ്ങൾ, സകലത്തിൻ്റെയും അവകാശി, ലോകത്തെ സൃഷ്ടിച്ചവൻ, തേജസ്സിന്റെ പ്രഭ, തത്വത്തിന്റെ മുദ്ര, വചനത്താൽ സകലവും വഹിക്കുന്നവൻ, പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയവൻ, മഹിമയുടെ വലത്ത് ഭാഗത്തിരിക്കുന്നവൻ, ഇതെല്ലാം ക്രിസ്തുവിൽ കാണുന്നു എന്നുള്ളത് കൊണ്ട് വേറെ ഒരു പ്രവാചകന്മാർക്കും ഇത്രയും കാര്യങ്ങൾ ഇതിൽ ഒന്നുപോലും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് കൊണ്ട് ക്രിസ്തു ആരേക്കാൾ ശ്രേഷ്ഠനാണ്? ക്രിസ്തു സകല പ്രവാചകന്മാരെക്കാളും അവൻ ശ്രേഷ്ഠനാണ്. അതാണ് നമ്മൾ 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അതിന്റെ 2-ാമത്തെ ഭാഗമാണ് 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം മുതൽ 2-ാം അധ്യായത്തിന്റെ ഒടുക്കം വരെ 18-ാമത്തെ വാക്യം വരെയും കാണുന്നത്. അത് ക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രതിപാദ്യ വിഷയം. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടു ഹി സുപ്പീരിയർ ടു പ്രോഫറ്റ്സ്. ഇവിടെ നമ്മൾ കാണുന്നു ഹി സുപ്പീരിയർ ടു ഏഞ്ചൽസ്. അല്ലെ, ദൂതന്മാരെയുംക്കാളെല്ലാം ക്രിസ്തു ഉന്നതിയിൽ നിൽക്കുന്നവനാണ്. അതിനേക്കാളെല്ലാം ക്രിസ്തു ശ്രേഷ്ഠനാണ് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിൻ്റെ 1-ാം അധ്യായത്തിന്റെ 5 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വേഗത്തിൽ വായിക്കാം. നീ എൻ്റെ പുത്രൻ, ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും എന്നും ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണമെന്ന് താൻ അരുളി ചെയ്യുന്നു. അവൻ കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തൻ്റെ ശുശ്രൂഷകന്മാരും ആക്കുന്നു എന്ന് ദൂതന്മാരെ കുറിച്ച് പറയുന്നു. പുത്രനോടോ, ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കും ഉള്ളത്, നിന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൾ നേരുള്ള ചെങ്കോൾ. നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കുകയാൽ ദൈവമേ, നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നും കർത്താവെ, നീ പൂർവകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. അവ നശിക്കും, നീയോ നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴുകിപ്പോകും. ഉടുപ്പ് പോലെ നീ അവയെ ചുരുട്ടും, വസ്ത്രം പോലെ അവ മാറിപ്പോകും. നീയോ അനന്യൻ, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയുമില്ല എന്നും പറയുന്നു. ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്ത് ഭാഗത്തിരിക്കുക എന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? അവരൊക്കെയും രക്ഷ പ്രാപിപ്പാനുള്ള ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കൾ അല്ലയോ? അപ്പോൾ ഇവിടെ യേശുവിനെ താരതമ്യം ചെയ്തിരിക്കുന്നത് ദൂതന്മാരോടാണ്. ഇവിടെ യേശു ക്രിസ്തുവിനെ താരതമ്യം ചെയ്തിട്ടുള്ളത്. യഹൂദന്മാരുടെ ചിന്താഗതിയിൽ ദൂതന്മാർക്കൊരു വലിയ സ്ഥാനമാണ് ഉള്ളത്. അവർ വളരെ ശക്തിശാലികളാണ് എന്നും ദൈവത്തിന്റെ സന്ദേശവാഹകരാണ് എന്നുമുള്ള ആ മഹത്വമേറിയ ഒരു സ്ഥാനം ദൂതന്മാർക്ക് യഹൂദ ജനം കൽപ്പിച്ചിരുന്നു. നമ്മൾ ഗലാത്യ ലേഖനം
മൂന്നാം അധ്യായത്തിന്റെ 19 വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ആർക്കെങ്കിലും ഒന്ന് വായിക്കാമോ? ഗലാത്യർ 3:19. എന്നാൽ ന്യായപ്രമാണം എന്തിന്? വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചതും അത്രേ. മതി. അപ്പോൾ ന്യായപ്രമാണം പോലും ആര് മുഖേനയാണ് എത്തപ്പെട്ടത്? ദൂതന്മാർ മുഖേനയാണ് ന്യായപ്രമാണം കൈമാറ്റം ചെയ്യപ്പെട്ടത് എന്ന് നമ്മൾ ആ ഭാഗത്ത് വായിക്കുന്നു. അപ്പോൾ അത്രത്തോളം പ്രാധാന്യം യഹൂദ ജനം ദൂതന്മാർക്ക് കൽപ്പിച്ചിരിക്കെ ഇവിടെ ഈ ലേഖകൻ സമർത്ഥിക്കുന്ന കാര്യം അതിനേക്കാളും എല്ലാം, ദൂതന്മാരെക്കാളെല്ലാം ശ്രേഷ്ഠനാണ് ക്രിസ്തു എന്നുള്ളത് ഇവിടെ ഈ ലേഖനത്തിന്റെ എഴുത്തുകാരൻ സമർത്ഥിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. ദൂതന്മാരെക്കാളും എല്ലാം ഒരുപാട് ഉന്നതങ്ങളിലാണ് ക്രിസ്തു ഇരിക്കുന്നത് എന്ന് അത് ഈ ഭാഗത്ത് നമ്മൾ വായിച്ചപ്പോൾ പഴയ നിയമ ഭാഗങ്ങളിൽ ഒരുപാട് വാക്യങ്ങൾ കോട്ട് ചെയ്തിട്ടാണ് ഇവിടെ പറയുന്നത്. ഒരുപാട് ഭാഗങ്ങൾ കോട്ട് ചെയ്തുകൊണ്ട് ക്രിസ്തു ദൂതന്മാരെക്കാളെല്ലാം ശ്രേഷ്ഠനാണ് എന്ന് ഇവിടെ പറയുകയാണ്. അപ്പോൾ നമ്മൾ ആ ഭാഗം നമ്മൾ നോക്കുമ്പോൾ 7 പഴയ നിയമ പാസേജസ് അവിടെ കോട്ട് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം. അതിന്റെ 5-ാമത്തെ വാക്യം, നീ എൻ്റെ പുത്രൻ, ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും എന്നും ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ട്. ഒരു ദൂതനെ പോലും പുത്രൻ എന്ന് വിശേഷിപ്പിച്ചിട്ടില്ല. ഒരു ദൂതനെ പോലും അല്ലെ ഞാൻ ആ ദൂതന്റെ പിതാവാണ് എന്നുള്ള രീതിയിൽ പരാമർശിച്ചിട്ടില്ല. പുത്രൻ എന്ന് സംബോധന ചെയ്തിട്ടുള്ളത് ക്രിസ്തുവിനെ മാത്രമാണ് പുത്രൻ എന്ന സംബോധനയുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ദൂതന്മാർ എന്താണ്? അവർ സേവകരാണ്. എന്നാൽ ക്രിസ്തു ആരാണ്? അവൻ പുത്രനാണ്. ആ വ്യത്യാസം ഉള്ളത് കൊണ്ട് ക്രിസ്തു ആരെക്കാളും ശ്രേഷ്ഠനാണ്, ദൂതന്മാരെക്കാൾ അവൻ ശ്രേഷ്ഠനാണ് എന്ന് നമുക്ക് പറയാം. 6-ാമത്തെ വാക്യത്തില് ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം. സകല ദൂതന്മാരും നമസ്കരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, ഒരുവനുണ്ടെങ്കിൽ അത് ക്രിസ്തുവാണ്. അപ്പോൾ ക്രിസ്തു ആരേക്കാൾ ശ്രേഷ്ഠനാണ്? ക്രിസ്തു ദൂതന്മാരെക്കാൾ അവൻ ശ്രേഷ്ഠനാണ്. സകല സ്തുതികൾക്കും സകല ആരാധനകൾക്കും സകല നമസ്കാരങ്ങൾക്കും യോഗ്യനായിട്ട് ഒരുവൻ മാത്രമേ ഉള്ളൂ. ക്രിസ്തു മാത്രമേ ഈ സകല സ്തുതികൾക്കും ആരാധനയ്ക്കും യോഗ്യനായിട്ടുള്ളത് ക്രിസ്തു മാത്രമാണ്. മാലാഖമാരും ദൂതന്മാരും ഒന്നും ഇതിന് യോഗ്യരല്ല. അവർ പോലും ആരെ നമസ്കരിക്കുന്നു? അവർ പോലും ക്രിസ്തുവിനെ നമസ്കരിക്കുന്നു. 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ അവന്റെ സിംഹാസനമാണ് എന്നേക്കുമുള്ളത്. ക്രിസ്തുവിന്റെ സിംഹാസനം മാത്രമാണ് യാതൊരു വ്യത്യാസവുമില്ലാതെ എന്നേക്കും നിലനിൽക്കുന്നത്. അങ്ങനെ എന്നേക്കും നിലനിൽക്കുന്ന ഒരു സിംഹാസനം ഉണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെതാണ്. അങ്ങനെയൊന്ന് ക്ലെയിം ചെയ്യാൻ ദൂതന്മാർക്കില്ല. എന്നും എന്നേക്കും നിലനിൽക്കുന്ന സിംഹാസനം. ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കും ഉള്ളത്. അത് പുത്രനോടോ, അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം 8-ാമത്തെ വാക്യത്തിലാണ്, പുത്രനോടോ ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കും ഉള്ളത്. അപ്പോൾ പുത്രനെ സംബോധന ചെയ്യുന്നത് എന്താണ്? ദൈവമേ എന്ന് വിളിച്ചിട്ടാണ് പുത്രനെ സംബോധന ചെയ്യുന്നത്. പുത്രൻ ദൈവമാണ്. അവൻ സകല അവന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കുന്നതാണ്. വീണ്ടും നമ്മൾ അതിന്റെ 10, 11 വാക്യങ്ങൾ, 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവേ നീ പൂർവകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. ഈ സൃഷ്ടിപ്പിൽ ആരുടെ പങ്കുണ്ട്? ഈ സൃഷ്ടിപ്പിൽ ക്രിസ്തുവാണ് ഈ ഭൂമിക്ക്, ആകാശത്തിന് എല്ലാം അടിസ്ഥാനം ഇടുമ്പോൾ ക്രിസ്തു ഉണ്ട്. ഈ കാര്യങ്ങളിൽ ഒന്നും ആർക്കും ഇല്ലേ, ദൂതന്മാർക്ക് ഒരു ക്ലെയിമും നടത്താനില്ല. ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ ആർക്കാണ് ശ്രേഷ്ഠത? ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠത ക്രിസ്തുവിനാണ് ഉള്ളത്. മാത്രമല്ല അതിന്റെ 13, 14 വാക്യങ്ങൾ വായിക്കുമ്പോൾ വലത്ത് ഭാഗത്തിരിക്കുന്നത്, ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് അവന്റെ വലം കൈയായി നിൽക്കുന്നത് ആരാണ്? ക്രിസ്തുവാണ് ആ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നത്. നമ്മൾ അതിന്റെ 14-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെയാണ് വായിച്ച് അവസാനിപ്പിച്ചത്, അവർ ഒക്കെയും രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലയോ? ആര്? ദൂതന്മാർ.
ദൂതന്മാർ ആരാണ്? അവർ സേവകാത്മാക്കളാണ്. അവർ പക്ഷെ അധികാരം നടത്തുന്നവൻ ആരാണ്? അധികാരം നടത്തുന്നത് ക്രിസ്തുവാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പൂർണ്ണമായും അത് എല്ലാ പഴയ നിയമ ഭാഗങ്ങളെല്ലാം ഉദ്ധരിച്ചുകൊണ്ട് ഒരു കാര്യം സമർത്ഥിക്കുകയാണ്. എന്ത്? ക്രിസ്തു ദൂതന്മാരെക്കാളെല്ലാം അവൻ ശ്രേഷ്ഠനാണ്. ക്രിസ്തു ചെയ്ത കാര്യങ്ങൾ നോക്കുമ്പോൾ, അവനെ സംബോധന ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ, ഓരോന്നും നമ്മൾ നോക്കുമ്പോഴും ക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ഭാഗങ്ങളിൽ ഒന്ന് നമ്മൾ കണ്ടു, അവൻ പ്രവാചകന്മാരെക്കാൾ ക്രിസ്തു ശ്രേഷ്ഠനാണ്. രണ്ടാമതായി നമ്മൾ കാണുന്നു, അവൻ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. രണ്ടാമത്തെ അധ്യായം ഇങ്ങനെയാണ് വായിക്കുന്നത്: അതുകൊണ്ട് കർത്താവ് ക്രിസ്തു ഇതുപോലെ അവൻ ശ്രേഷ്ഠനാകുന്നു എന്നുള്ളത് കൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. 2:1 മുതൽ 4 വരെ ഞാനൊന്ന് വായിക്കാം. രണ്ടാമത്തെ വാക്യം: ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴി. ഒരു വാണിംഗ് ആണ് ഇവിടെ നമ്മളോട് പറയുവാനായിട്ടുള്ളത്. ഒരു ഡേഞ്ചർ മുന്നിൽ കിടക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ചിന്താവിഷയം. എന്താണ് ആ അപകടം? അതിന്റെ 1-ാമത്തെ വാക്യം: ക്രിസ്തു ഇങ്ങനെയെല്ലാം ശ്രേഷ്ഠനാകുന്നു എന്നുള്ളത് കൊണ്ട് ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതി. ഒഴുകി പോകാതിരിക്കാൻ, ഒഴുകി പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് ഇവിടെ ലേഖകൻ അപ്രകാരം നിങ്ങൾ ഒഴുകി പോകരുത് എന്ന് നമ്മളോട് നിർദ്ദേശിക്കുകയാണ്. ഒഴുകി പോകാതിരിക്കാൻ അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. ഒഴുകി പോകുക എന്നുള്ളതിന് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം പരാറിയോ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദമാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം മെല്ലെ മെല്ലെ സ്ലിപ്പായി പോവുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഒറ്റയടിക്ക് പോകുന്ന പോക്കല്ല അത്. മെല്ലെ സ്ലിപ്പായി പോകുന്നതിനെയാണ് ഇവിടെ ആ പദം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഒരു ബോട്ട് അതിന് നങ്കൂരമില്ല എങ്കിൽ അത് മെല്ലെ അത് ഡ്രിഫ്റ്റ് ആയി പോകും. മെല്ലെ 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 അതങ്ങ് ഒഴുകി പോകും എന്ന് പറയും പോലെ അത് നമ്മൾക്കത് അത്ര അനുഭവപ്പെടില്ല. ഇതുപോലെ നമ്മളുടെ ജീവിതത്തിലും ദൈവത്തിൽ നിന്നും മെല്ലെ മെല്ലെ സ്ലോലി അങ്ങ് ഡ്രിഫ്റ്റ് ആയി പോകാനുള്ള സാധ്യതകൾ, ഒഴുകി പോകാനുള്ള സാധ്യതകൾ നമ്മളുടെ ജീവിതത്തിലും ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം എന്ന് നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്. സൂക്ഷിക്കണം. എന്താണ് സൂക്ഷിക്കേണ്ടത്? ഈ മെല്ലെ ഒഴുകി നമ്മൾ അകന്നു പോകാതിരിക്കാനായിട്ട് നമ്മൾ സൂക്ഷിക്കണം. ഈ ഒഴുകി പോകുന്നത് അതങ്ങനെ ഒരു ആക്റ്റീവായിട്ട് അല്ലെ, സജീവമായിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല. അത് പാസീവാണ്, സ്ലോലി നമ്മൾ അറിയാതെ നടക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒഴുകി പോകാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ട് ദൈവത്തിൽ നിന്നും ആത്മീയമായ കാര്യങ്ങളിൽ നിന്നും നാം ഇതുപോലെ മെല്ലെ 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 അകന്നു പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് നാം സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം, കരുതിക്കൊള്ളണം. ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ഇവിടെ അത് ആവശ്യമാകും. അത് നമുക്ക് ഓരോരുത്തർക്കും അത് ആവശ്യമാണ്.
അടുത്ത വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിച്ചത്, ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ. ഇപ്പൊ ദൂതന്മാർ മുഖാന്തരം പറഞ്ഞ കാര്യങ്ങൾക്ക് പോലും അതിൻ്റെതായ ലംഘനങ്ങൾ ഉണ്ടായപ്പോൾ അതിന്റെ കോൺസിക്വൻസസ് വന്നു. ദൂതന്മാർ പറഞ്ഞ കാര്യങ്ങൾ ഓരോരുത്തരും ലംഘിച്ചപ്പോൾ അതിന്റെ അനന്തര ഫലങ്ങൾ അവർക്ക് ഉണ്ടായി എങ്കിൽ, ദൂതന്മാർ പറഞ്ഞ കാര്യങ്ങൾക്ക് ലംഘനം ഉണ്ടായപ്പോൾ അതിന് പ്രതിഫലവും അതിന്റെ ലംഘനത്തിന് അതിന് ന്യായമായ തക്കതായ ഒരു 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 ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ ഒരു പ്രതിഫലനം ഉണ്ടായി എങ്കിൽ, ഈവൻ ദൂതന്മാർ പറഞ്ഞ കാര്യത്തിന് അത്രയും ഉണ്ടായി എങ്കിൽ, തുടർന്ന് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിന് നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ, ദൂതന്മാർ പറഞ്ഞതിനേക്കാളും വളരെ പ്രധാനപ്പെട്ട വളരെ മൂല്യമുള്ള ഈ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴി. ഇപ്പൊ ദൂതന്മാർ പറഞ്ഞ കാര്യങ്ങൾക്ക് പോലും അതിൻ്റെ ലംഘനം ഉണ്ടായപ്പോൾ അതിന് അതിൻ്റെതായ അനന്തരഫലങ്ങൾ ഉണ്ടായി എങ്കിൽ, ലംഘനങ്ങൾക്ക് അതിൻ്റെതായ കോൺസിക്വൻസ് ഉണ്ടായി എങ്കിൽ, അതിനേക്കാളും ഉയർന്ന ഒരു വലിയൊരു രക്ഷ ദൈവം നമ്മളുടെ മുമ്പിൽ കർത്താവ് പറഞ്ഞു തുടങ്ങിയ ആ രക്ഷ പരിശുദ്ധാത്മാവിനാൽ അത് നൽകിക്കൊണ്ട് സാക്ഷി നിന്ന കേട്ടവർ, ശിഷ്യന്മാർ, അപ്പോസ്തലന്മാർ, അതിന് സാക്ഷി നിന്നവർ ഉറപ്പിച്ചു തന്നതുമായ ഈ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയുമെന്നുള്ളതാണ് ലേഖകന്റെ ചോദ്യം. അപ്പോൾ ദൂതന്മാരുടെ വാക്കുകൾക്ക് പോലും അത്രയും വിലയുണ്ടായിരുന്നു എങ്കിൽ, അവരെക്കാൾ ശ്രേഷ്ഠനായ ക്രിസ്തു നമ്മളുടെ മുമ്പിൽ വെച്ച ആ രക്ഷയെ നാം കണക്കാക്കാതെ പോയാൽ അത് വലിയ ഒരു വലിയ ഒരു പ്രശ്നത്തിന് അത് കാരണമാക്കുമെന്ന് നമുക്ക് ഈ ഭാഗത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു വാണിംഗ് ആണ്. ഈ രക്ഷയിൽ നിന്നും രക്ഷയെ ഗണ്യമാക്കാതെ നാം പോകരുത്, ഒഴുകിപ്പോകരുത്. ഈ രക്ഷയെ ഗണ്യമാക്കാതെ നാം മുന്നോട്ട് പോകരുത്. അത് നമുക്ക് ഉറപ്പിച്ചു തന്നവരുണ്ട്. കർത്താവ് പറഞ്ഞു തുടങ്ങിയതാണ്, കേട്ടവർ അത് നമുക്ക് ഉറപ്പിച്ചു തന്നതാണ്. ഇങ്ങനെയുള്ള ഈ വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോകരുത്, ഒഴുകിപ്പോകരുത്. കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു എന്നുള്ളത് ഇവിടെ നിന്നും നാം മനസ്സിലാക്കേണ്ടതാണ്. വീണ്ടും അങ്ങനെ ഒരു വാണിംഗ് അതിൻ്റെ ഇടയിൽ നൽകിയതിന് ശേഷം വീണ്ടും ദൂതന്മാരെ പറ്റിയിട്ടാണ് വീണ്ടും നമുക്ക് അവിടെ വായിക്കാനായിട്ട് സാധിക്കുന്നത്. 5-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ അവൻ ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയത്. ഏതാണ് ഈ ഭാവി ലോകം? ദൂതന്മാർക്ക് കീഴ്പ്പെടുത്താത്ത ഈ ഭാവി ലോകം ഏതാണ്? ക്രിസ്തു രാജാവായി ഭൂമിയിൽ വാഴുന്ന ഒരു ഭാവി കാലം, ഭാവി ലോകം. ഈ ഭാവി ലോകത്തിൽ ക്രിസ്തുവും ആ രക്ഷയെ പ്രാപിച്ചവരാണ്, ഈ മനുഷ്യരുമാണ് അതിൻ്റെ ഭരണകർത്താക്കൾ. അപ്പോൾ അത് ആർക്ക് കീഴ്പ്പെടുത്തി കൊടുത്തില്ല ദൈവം? അത് ദൂതന്മാർക്ക് അത് കീഴ്പ്പെടുത്തിയില്ല. നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ അവൻ ദൂതന്മാർക്കല്ലല്ലോ അവൻ കീഴ്പ്പെടുത്തിയത്. അപ്പോൾ ആ വരാനിരിക്കുന്ന ആ ഭാവി ലോകത്ത് ക്രിസ്തു രാജാവായി വാഴുന്ന ആ ഭാവി ലോകം അത് ദൂതന്മാരുടെ കീഴിലല്ല അത് ആക്കിയിട്ടുള്ളത്, അത് ക്രിസ്തുവിനും നമ്മുടെയും കീഴിലാണ് ആ ഭാവി ലോകം ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ദൂതന്മാരുടെ കീഴിലല്ല ആ ഭാവി ലോകം, ക്രിസ്തുവിന്റെ കീഴിലാണ് ആ ഭാവി ലോകം എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം അല്ലെ? ദൂതന്മാരെക്കാൾ എല്ലാം ശ്രേഷ്ഠനാണ് ക്രിസ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ
അതിൻ്റെ അടുത്ത വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു അല്ലേ? നമ്മൾ ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 21 അധ്യായത്തിന്റെ 26, 28 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഭൂമിയിൽ വാഴുവാനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചാക്കിയത്. എന്നാൽ പാപം മൂലം ആ ഉദ്ദേശം നടക്കാതെ പോയി. എന്നാൽ ഭാവി ലോകത്തേക്ക് വരുമ്പോൾ ക്രിസ്തുവിനോടുകൂടെ നാമും ഈ ഭൂമിയിൽ വാഴുന്ന ഒരു ചിത്രം അത് നമുക്ക് മുന്നിൽ വെളിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ 5-ാം വാക്യത്തിൽ അത് ദൂതന്മാർക്കല്ല അത് കീഴ്പ്പെടുത്തി കൊടുത്തിട്ടുള്ളത്, അത് പുത്രനും അല്ലെങ്കിൽ ക്രിസ്തുവിനും നമുക്കുമാണ് അത് കീഴ്പ്പെടുത്തി തന്നിട്ടുള്ളത്. 6-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: എന്നാൽ മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്ത് മാത്രം? നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലവും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്ന് ഒരുവൻ ഒരേടത്ത് സാക്ഷ്യം പറയുന്നു. സകലവും അവനെ കീഴാക്കിയതിൽ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. അപ്പോൾ അത് സങ്കീർത്തനങ്ങൾ 8-ാം സങ്കീർത്തനം അതിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ് ഇവിടെ കോട്ട് ചെയ്തിട്ടുള്ളത്. മനുഷ്യപുത്രനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്ത് മാത്രം അല്ലെ എന്ന് തുടങ്ങുന്ന ആ ഭാഗങ്ങൾ 8-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം നീ അവനെ അധിപതിയാക്കി സകലവും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്ന് പറയുന്ന ആ ഭാഗം വരെയുള്ള കാര്യങ്ങൾ അത് സങ്കീർത്തനങ്ങളിൽ നിന്നും അത് അങ്ങനെ തന്നെ എടുത്ത് കോട്ട് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് 8-ാം സങ്കീർത്തനത്തിൽ അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മനുഷ്യൻ ആരേക്കാളും താഴെയാണ്? ദൂതന്മാരെക്കാൾ അല്ലെ? നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി. അപ്പൊ ദൂതന്മാരെക്കാൾ അല്പം താഴ്ത്തിയിട്ടാണ് മനുഷ്യരാശിയുടെ ഒരു നിലനിൽപ്പ് എന്നുള്ളത്. പക്ഷെ എങ്കിലും വാഴുവാനുള്ള അധികാരത്തോടു കൂടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. പക്ഷെ നമ്മൾ അവിടെ വായിച്ച ഒരു കാര്യം, എന്നാൽ ഇപ്പോൾ സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. അപ്പോൾ മനുഷ്യന് സകലവും കീഴ്പ്പെടുത്തിയില്ലേ? ഭൂമിയിലുള്ള എല്ലാത്തിനും അത് റൂൾ ചെയ്യാനായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചാക്കിയത് എങ്കിൽ പോലും ഇപ്പോൾ അവന്റെ അവസ്ഥ എന്തായി മാറി? അവന്റെ അവസ്ഥ എല്ലാം അവന് കീഴ്പ്പെടുന്ന ഒരു അവസ്ഥയിൽ നിന്ന് അവൻ മാറി. എന്തുകൊണ്ടാണ് സകലവും അവന് കീഴ്പ്പെടാതെ വന്നത്? അതിൻ്റെ ഇടയിൽ സംഭവിച്ച പാപം മൂലമാണ് ഇത് സകലവും കീഴ്പ്പെടുത്താതെ വന്നത്. അപ്പോൾ അങ്ങനെ ആ പാപം മൂലം നഷ്ടപ്പെട്ടു പോയ ആ ഒരു റൂളിംഗ് അല്ലെ, പാപം മൂലം നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഭൂമിയുടെ മേലുള്ള ആ അധികാരം അത് ക്രിസ്തുവിന്റെ കാലത്ത്, അവൻ രാജാവായി വരുന്ന കാലത്ത് ഇത് പുനഃസ്ഥാപിക്കപ്പെടും എന്നുള്ളതാണ് നമുക്കിവിടെ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ നീ അവനെ അധിപതിയാക്കി സകലവും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്ന് പോയിട്ടെടുത്ത് അതിൻ്റെ 9-ാമത്തെ വാക്യം എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു. അപ്പോൾ ക്രിസ്തു മനുഷ്യാവതാരം ചെയ്തതിലൂടെ എന്താ സംഭവിച്ചേ? അവനെ ദൂതന്മാരേക്കാൾ താഴ്ച വന്നവനായ യേശു, ശ്രേഷ്ഠനായ പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠനായ, ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായ ക്രിസ്തു അവൻ മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചപ്പോൾ അവൻ മനുഷ്യനായി എന്നുള്ളത് കൊണ്ട് അവൻ ആരേക്കാൾ താഴെയായി? ദൂതന്മാരെക്കാൾ താഴെയായി. അതാണ് നമ്മൾ 9-ാം വാക്യത്തിൽ കാണുന്നത്. എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായി. മനുഷ്യരാശി ദൂതന്മാരെക്കാൾ താഴെയാണ് എന്നുള്ളത് കൊണ്ട്, യേശു ക്രിസ്തു ഒരു മനുഷ്യനായി അവതരിച്ചു എന്നുള്ളത് കൊണ്ട് ദൂതന്മാരെക്കാൾ അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചത് കൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു എന്ന് അവിടെ പറയുന്നു. അപ്പോൾ ക്രിസ്തു അവൻ ദൂതന്മാരെക്കാൾ അവൻ താഴ്ച വന്നു എങ്കിലും അവന്റെ മരണത്താൽ അവൻ സ്വയം തന്നെ താഴ്ത്തി. അവൻ നമുക്ക് വേണ്ടി അവൻ മരിച്ചു എന്നുള്ളത് കൊണ്ട്, അവൻ വീണ്ടും ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് കൊണ്ടും അവന്റെ ശ്രേഷ്ഠത അല്ലെ, അതിൻ്റെ അപ്പുറത്ത് ആ താഴ്ച വന്നു എങ്കിൽ പോലും അതിൻ്റെ അപ്പുറത്ത് നമുക്ക് അവന്റെ ശ്രേഷ്ഠത
ദൈവത്തിൻ്റെ ശ്രേഷ്ഠത നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കും. യേശു മനുഷ്യനായി വന്നു, അവൻ മരണം ആസ്വദിച്ചു. എന്നാൽ അതിൻ്റെ അപ്പുറത്ത് അവൻ ഉയർത്തെഴുന്നേറ്റ് വലത് ഭാഗത്ത് ഇരിക്കുന്നു. അവൻ്റെ ശ്രേഷ്ഠത, ഒരു താഴ്ച വന്നെങ്കിൽ പോലും അതിൻ്റെ അപ്പുറത്തും ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 10ാമത്തെ വാക്യം, സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തം ആയിരുന്നു. അപ്പോൾ യേശുക്രിസ്തുവിന്റെ കഷ്ടതയിലൂടെ, അവൻ അനുഭവിച്ച ആ ത്യാഗത്തിലൂടെ, അവിടെ പറയുന്നൊരു ഒരു 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 വാക്ക് ഇങ്ങനെയാണ്, രക്ഷാനായകൻ. അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നയിച്ച ഒരു രക്ഷാനായകൻ. അത് എങ്ങനെയാണ് അനേകരെ ആ തേജസ്സിലേക്ക് നയിക്കാൻ സാധിച്ചത്? എങ്ങനെയാണ് അവൻ രക്ഷാനായകനായത്? അവൻ തന്നെ താഴ്ചയെ അവൻ ഉൾക്കൊണ്ടു, ഏറ്റെടുത്തു. അവൻ തൻ്റെ മരണത്താൽ, തൻ്റെ കഷ്ടാനുഭവങ്ങളാൽ അവനൊരു രക്ഷാനായകനായി തീർന്നു. അത് യുക്തം അല്ലേ? യുക്തമായിരുന്നു. അത് ഏറ്റവും ഫിറ്റിംഗ് ആയിട്ടുള്ള ഒന്നായിരുന്നു. യേശുക്രിസ്തു അനേകരുടെ രക്ഷയ്ക്ക് അവൻ ഈ കഷ്ടം അനുഭവിക്കുക എന്നുള്ളത് അത് ഏറ്റവും ആവശ്യവും യുക്തവുമായ ഒന്നായിരുന്നു. എന്തിനാണ് ക്രിസ്തു ഈ ത്യാഗങ്ങൾ ഏറ്റെടുത്തത്? എന്തിനാണ് ക്രിസ്തു ദൂതന്മാരെക്കാൾ താഴ്ച വന്നവനായി അവൻ ഭൂമിയിലേക്ക് വന്നത്? എന്തിനാണ് ഈ ത്യാഗങ്ങളെല്ലാം അവൻ ഏറ്റെടുത്തത്? എന്തിനാണ് ഈ മരണം അവൻ ഏറ്റെടുത്തത്? നമ്മെ ഓരോരുത്തരെയും ആ തേജസ്സിലേക്ക് നയിക്കാൻ, ദൈവത്തിൻ്റെ തേജസ്സിലേക്ക് നാം ഓരോരുത്തരെയും നയിക്കാൻ ദൈവം അത് അത്രത്തോളം ദൈവം നമ്മെ ഓരോരുത്തരെയും വിലയുള്ളവനായി ദൈവം നാം ഓരോരുത്തരെയും കണക്കാക്കി. സ്വന്തം പുത്രനെ അവൻ ഭൂമിയിലേക്ക് അയച്ചു. കഷ്ടപ്പാടുകൾ ഏറ്റെടുക്കാവുന്നതിൻ്റെ മാക്സിമം ഏറ്റെടുത്തു. എന്തിനു വേണ്ടി? അനേകം പുത്രന്മാരെ, നാം ഓരോരുത്തരെയും ആ രക്ഷയിലേക്ക്, തേജസ്സിലേക്ക് നടത്തുവാൻ ഒരു രക്ഷാനായകൻ ആവശ്യമായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ രക്ഷാനായകനായ ക്രിസ്തു, രക്ഷയുടെ നായകൻ, നമ്മെ രക്ഷിക്കാൻ വേറെ ആർക്കും സാധിക്കില്ല. ഇന്ന് ഭൂമിയിലുള്ളതോ പഴയ നിയമകാലത്തോ ആർക്കും രക്ഷയിലേക്ക് നയിക്കാൻ സാധിച്ചു. രക്ഷാനായകനായി ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് കർത്താവായ ക്രിസ്തുവാണ്. അപ്പോൾ അവൻ അവൻ്റെ ത്യാഗങ്ങളിലൂടെ, കഷ്ടാനുഭവങ്ങളിലൂടെ അവൻ രക്ഷാനായകനായി അവൻ തീർന്നു. വീണ്ടും നമ്മൾ അതിൻ്റെ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ യെശയ്യാ പ്രവചനത്തിൽ നിന്നുള്ള ഒരു കോട്ടിംഗ് ആണ് അവിടെ എഴുതിയിട്ടുള്ളത്. അതിൻ്റെ 12ാമത്തെ വാക്യമാണ്. 12ാമത്തെ വാക്യത്തിൽ, ഞാൻ നിന്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കുമെന്നും ഞാൻ അവനിൽ ആശ്രയിക്കും എന്നും ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്നും പറയുന്നു. അപ്പോൾ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും അല്ലെ, അവിടെ ആ ഒരു അവൻ്റെ ഫാമിലിയുടെ ഭാഗമായിട്ട് നമ്മെ ഓരോരുത്തരെയും അവൻ മാറ്റി. അവൻ്റെ കഷ്ടാനുഭവങ്ങളിലൂടെ, അവൻ്റെ ത്യാഗങ്ങളിലൂടെ, അവൻ്റെ മരണത്തിലൂടെ നമ്മെ ഓരോരുത്തരെയും ദൈവം എന്താക്കി മാറ്റി? നമ്മെ ഓരോരുത്തരെയും അവൻ്റെ കുടുംബത്തിൻ്റെ ഭാഗമായിട്ട് നമ്മെ ഓരോരുത്തരെയും അവൻ തീർക്കുന്നു. വീണ്ടും നമ്മൾ 14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ മരണത്തെ ജയിച്ച ഒരു കർത്താവിനെ നമുക്ക് ക്രിസ്തുവിനെ കാണുവാനായിട്ട് സാധിക്കും. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ടും അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായും മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. ക്രിസ്തു ചെയ്ത അവന്റെ മരണത്തിലൂടെ സംഭവിച്ച 2 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഒന്ന്, പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി. പിശാചിന്റെ കർത്തൃത്വത്തെ അവന്റെ മരണത്തിലൂടെ അവൻ നീക്കിക്കളഞ്ഞു.
അപ്പോൾ പിശാചിനെ ജയിക്കാനുള്ള ശക്തി ഇന്ന് അവനിൽ ആശ്രയിക്കുന്ന ദൈവമക്കൾക്ക് അവൻ കൊടുത്തു. 2, ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. നമ്മളുടെ ജീവിതം എങ്ങനെയായിരുന്നു? മരണഭീതിയിലായിരുന്നു. എന്നാൽ ഇന്ന് നമ്മളുടെ മുൻപിൽ ഒരു പ്രത്യാശയുണ്ട്. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്നുള്ള ഒരു പ്രത്യാശ നമ്മളുടെ ഉള്ളിൽ അവൻ തന്നു. മരണഭീതിയെ, അതിനെ ജയിക്കുവാൻ, ജീവപര്യന്തം മരണഭീതിയിലായിരുന്ന നമ്മെ അവൻ അതിൽ നിന്നും ദൈവം നമ്മെ വിടുവിച്ചപ്പോൾ ക്രിസ്തു അവൻ മനുഷ്യനായി എന്നുള്ളത് കൊണ്ട്, അവൻ മരണം ആസ്വദിച്ചു എന്നുള്ളത് കൊണ്ട്, മരണത്തെ അവൻ ജയിച്ചു എന്നുള്ളത് കൊണ്ട് അവൻ പിശാചിനെ ജയിച്ചു, അവന്റെ കർത്തൃത്വത്തെ ജയിച്ചു. അതോടൊപ്പം മരണഭീതിയിലായിരുന്ന നമ്മെ മരണഭീതിയിൽ നിന്നും അവൻ നമ്മെ വിടുവിച്ചു എന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 16-ാമത്തെ വാക്യം, ദൂതന്മാരെ സംരക്ഷണ ചെയ്യുവാനല്ല, അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണ ചെയ്യുവാൻ അത്രേ വന്നത്. എന്തിനാ ക്രിസ്തു വന്നേ? യേശു എന്തിനു വന്നു? ദൂതന്മാരെ സംരക്ഷണ ചെയ്യാനല്ല, അബ്രഹാമിന്റെ സന്തതിയായ, വിശ്വാസത്താൽ അബ്രഹാമിന്റെ സന്തതികളായ നാം ഓരോരുത്തരെയും സംരക്ഷണം ചെയ്യുവാനാണ് അവൻ വന്നത്. ക്രിസ്തു എന്തിനാ വന്നേ? ദൂതന്മാർക്ക് വേണ്ടിയിട്ടല്ല വന്നേ. നമ്മെ ഓരോരുത്തരെയും തെരഞ്ഞ് ആ രക്ഷയിലേക്ക് നമ്മളെ സ്വീകരിപ്പാൻ, സ്വാഗതം ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ക്രിസ്തു അവൻ കടന്നു വന്നത്. അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനുമാകേണ്ടതിന് സകലത്തിലും തൻ്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു. അവൻ എല്ലാറ്റിലും അവൻ സദൃശ്യനായി തീർന്നു. നമ്മോട് അവൻ സദൃശ്യനായി. എന്തിനു വേണ്ടി? നമ്മളുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ വേണ്ടിയിട്ട്. അവന്റെ ത്യാഗത്തിലൂടെ നമ്മളുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി. അവസാനത്തെ വാക്യം ഇങ്ങനെയാണ്, താൻ തന്നെ പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചിരിക്കിയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവൻ ആകും. ആരാണ് ക്രിസ്തു? അവസാനമായി പറഞ്ഞു നിർത്തുന്നത് ഇങ്ങനെയാണ്, പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ള. പരീക്ഷയിലൂടെ കടന്നു പോകുന്ന, പരീക്ഷകളുടെ നടുവിലൂടെ നമ്മളുടെ ജീവിതം കടന്നു പോകുമ്പോൾ നമ്മെ സഹായിപ്പാൻ ഈ ക്രിസ്തുവിന് സാധിക്കും. എങ്ങനെയാ അവൻ ഇതൊക്കെ സാധിക്കണേ? അവൻ ഇതിലൂടെയെല്ലാം അവൻ മുന്നമേ കടന്നുപോയി എന്നുള്ളത് കൊണ്ട്, മുന്നമേ ഇങ്ങനെയുള്ള കഷ്ടതകളിലൂടെ അവൻ കടന്നുപോയി എന്നുള്ളത് കൊണ്ട്, മരണത്തിലൂടെ അവൻ കടന്നുപോയി എന്നുള്ളത് കൊണ്ട്, മരണത്തെ അവൻ ജയിച്ചു എന്നുള്ളത് കൊണ്ട് നമ്മളുടെ പരീക്ഷകളിൽ നമ്മളെ സഹായിപ്പാൻ കഴിവുള്ളവൻ ആകുന്നു. ആകയാൽ പ്രിയമുള്ളവരെ, നാം ഇന്ന് നിൽക്കുന്ന, നമ്മെ ദൈവം വിളിച്ചിട്ടുള്ള ആ വലിയ ഒരു രക്ഷ, അതിനെ ഗണ്യമാക്കി തന്നെ വേണം നമ്മളുടെ ജീവിതം മുന്നോട്ട് പോകാൻ. ഒഴിഞ്ഞു മാറാതെ, ഒഴുകിപ്പോകാതെ നമുക്ക് ആ രക്ഷയെ ഗണ്യമാക്കി മുന്നോട്ട് പോകുവാനായി കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രിയമുള്ളവരെ, ഈ ഭാഗങ്ങൾ നമുക്ക് നൽകുന്ന ഒരു ചലഞ്ചാണ്. ഇനിയും നമ്മൾ കൂടുതലായി അവനെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇനിയും നമ്മൾ അവനെ കൂടുതലായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇനിയും നമ്മൾ കൂടുതലായി ദൈവവചനത്തിൽ സമയങ്ങൾ ചെലവഴിക്കേണ്ടിയിരിക്കുന്നു. രക്ഷാനായകനായ ക്രിസ്തു, ആ സ്ഥാനം വേറെ ആർക്കെങ്കിലും നമ്മൾ കൊടുത്തിട്ടുണ്ടോ? ക്രിസ്തുവിനേക്കാൾ പ്രാധാന്യം ദൂതന്മാർക്കുണ്ടോ? മറ്റുള്ളവർക്കുണ്ടോ? വിശുദ്ധന്മാർക്കുണ്ടോ? ക്രിസ്തുവാണ് രക്ഷാനായകൻ. അതിൽ നിന്നും നമ്മളുടെ ശ്രദ്ധയെ മാറ്റുന്നവയെ നാം സൂക്ഷിക്കണം. ഒഴുകിപ്പോകാതിരിക്കാനായി നാം ശ്രദ്ധിക്കണം. ഏത് പരീക്ഷകളുടെ മധ്യയിലും കഷ്ടങ്ങളുടെ മധ്യയിലും നമ്മെ സഹായിപ്പാൻ ഒരു ക്രിസ്തു ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മളുടെ സകല ചിന്താകുലവും നമുക്ക് അവനിൽ ഇറക്കി വയ്ക്കാം. ഭയത്തിൻ്റെ ആവശ്യമില്ല. മരണത്തെ ഭയപ്പെടേണ്ട. അതിനെല്ലാം ഓവർകം ചെയ്ത ഒരു ക്രിസ്തുവാണ് നമ്മളുടെ രക്ഷാനായകൻ എന്നുള്ളത് കൊണ്ട് നമുക്ക് പൂർണ്ണമായും അവനിൽ ആശ്രയിക്കാം. ആ ആശ്രയത്തിൽ നമ്മുടെ ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാം. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, ഇന്ന് ഞങ്ങൾ കേട്ടതായ നിന്റെ മഹത്വമായ വചനം, നീ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന ഈ വചനം
നീ എത്ര ശ്രേഷ്ഠനാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കും. പ്രവാചകന്മാരെക്കാൾ, ദൂതന്മാരെക്കാൾ ഒരു വലിയ ശ്രേഷ്ഠനായ ഒരു ക്രിസ്തുവിനെ ഞങ്ങളുടെ മുന്നിൽ ഞങ്ങൾക്ക് വരച്ചു കിട്ടിയതിനാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുക. ക്രിസ്തു പറഞ്ഞു തുടങ്ങിയ ആ ഒരു രക്ഷ കർത്താവേ, അത് സ്വായത്തമാക്കുവാൻ, അതിന് വിലയുള്ളതായി കണക്കാക്കുവാൻ, ഒഴുകിപ്പോകാതിരിപ്പാൻ ഇന്ന് ഞങ്ങൾ നിന്റെ സഹായം ഞങ്ങൾ ചോദിക്കുക. കഴിഞ്ഞ കാലങ്ങളേക്കാൾ അല്പം കൂടെ കർത്താവെ ഒഴുകിപ്പോകാനല്ല, ചേർന്ന് വരുവാൻ, ആ നങ്കൂരം അല്പം കൂടെ ആഴത്തിൽ വിടുവാൻ നീ ഞങ്ങൾ ഓരോരുത്തരെയും നീ സഹായിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ പഠനവും ഞങ്ങളുടെ ഈ സമയം ഞങ്ങൾ ചെലവഴിക്കുന്നു, അതിന് ഞങ്ങൾക്ക് സഹായകമായിരിക്കാൻ കർത്താവെ നീ ഞങ്ങളെ സഹായിക്കണമേ. ഈ പുസ്തകത്തിലൂടെ ഞങ്ങൾ അതിൻ്റെ ഓരോ വചനങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ കർത്താവെ നിന്റെ വചനത്തിൻ്റെ സത്യങ്ങളെ ഞങ്ങൾക്ക് നീ വെളിപ്പെടുത്തി തരണം. ഞങ്ങളെല്ലാവരെയും അതിനായി സമർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.